നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന അഗത്തി ദ്വീപിലെ വെസ്റ്റ് അഞ്ചെട്ടി എന്നൊരു ബോട്ട് പിടിച്ചിട്ട് ബീക്കുന്നി എന്ന ലക്ഷദ്വീപ് വനിതയുടെ ചരിത്രം പറയുന്ന കൽപ്പറ്റി ദ്വീപിലേക്ക് കടലിനടിയിൽ നിന്നുള്ള നല്ല മനോഹരമായ മീനുകളെയും ആമകളെയും കണ്ടുകൊണ്ടുള്ള നല്ല അടിപൊളി ഗ്ലാസ് ബോട്ട് യാത്ര. പിന്നെ കാമായിട്ടുള്ള ഈ ഐലൻഡ് നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ബീക്കുന്നിയുടെ ചരിത്രം അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആയിട്ടത്. ബ്രിട്ടീഷുകാർ വന്നു എന്ന് പറയുന്നു, ബീക്കുന്നി ഇവിടെ മരണപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ റിട്ടേൺ ഫോംസിലുള്ള ചരിത്രം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. ജനവാസമില്ലാത്ത കൽപ്പറ്റി എന്ന ഈ ചെറുദ്വീപിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് അഗത്തി ദ്വീപിലെ വെസ്റ്റ് അഞ്ചെട്ടി നാട്ടോ. ഇവിടെ തന്നെയാണ് വരാനിരിക്കുന്ന സീപ്ലെയിനുകൾക്കുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സീപ്ലെയിൻ ഡോക്ക് സെറ്റ് ആക്കിയുള്ള കേട്ടോ. ഈ നിൽക്കണ ഗഡിയായിട്ട് എനിക്ക് ദ്വീപിലേക്കുള്ള ലിഫ്റ്റ് തന്നെ. ഈ ബോട്ടിന്റെ മുന്നിൽ ചെന്നിരുന്നുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഈ കടലിനോട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അടിപൊളി വൈബാണ്. ഏകദേശം ഒരു 10-12 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഈ ബോട്ടിന്റെ ചെറിയൊരു പോർഷൻ മാത്രമായിട്ടാ ഗ്ലാസ് ഇട്ടുള്ളത്. ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് കടലിനടിയിലുള്ള അടിപൊളി കോറൽസിനെ അതിന് ചുറ്റും ജീവിക്കുന്ന മീനുകളിലൊക്കെ കാണാൻ പറ്റൂട്ടോ. ഈ യാത്രക്കിടയിൽ 2-3 ആമകളെ നമ്മൾ എന്തായാലും കണ്ടിരിക്കും. നല്ല നീലക്കടലിൽ ഇവന്മാര് സ്ലോ മോഷനിൽ നീന്തി പോകുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ്. ഞങ്ങളെ തന്നെ കണ്ടിട്ട് ബോറടിച്ച ആമ അടുത്ത ബോട്ടിന് അവിടേക്ക് പോയപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ. എയർപോർട്ട് റൺവേറെ തൊട്ടടുത്താണ് കൽപ്പറ്റി ദ്വീപ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറിന്റെ ബോട്ട് യാത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദ്വീപിൽ എത്തിപ്പെടാൻ പറ്റൂട്ടോ. ദേ ആ കാണുന്നതാണ് നമ്മുടെ കൽപ്പറ്റി ദ്വീപ്. വെള്ളത്തിന്റെ മേലെ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് കടലിന്റെ അടിഭാഗം എടുക്കാൻ വേണ്ടി ക്യാമറ വെള്ളത്തിൽ കണ്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയ സീൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി സീൻ. പിന്നീട് അങ്ങോട്ട് കടലിന്റെ മേലെ നിന്ന് തന്നെ വലിയ കോറൽസ് കാണുമ്പോൾ ഒന്ന് സ്ലോ ആക്കി കളർഫുൾ ആയിട്ടുള്ള കോറൽസും നല്ല അടിപൊളിയായിട്ടുള്ള മീനുകളൊക്കെ കണ്ടുള്ള യാത്രയാണ്. പിന്നെ ഒരു മനോഹരമായ യാത്രയ്ക്കൂടെ നമ്മൾ ദ്വീപിൽ ഇറങ്ങിയിട്ടാ. ആൾക്കൂട്ടത്തിന്റെയോ വാഹനങ്ങളുടെയോ തിക്കും തിരക്കും ഇല്ലാത്ത നല്ല ശാന്ത സുന്ദരമായ ദ്വീപ്. ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് ലോട്ടയുടെ ആയതുകൊണ്ട് കടൽ നന്നായി ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. ഒട്ടുമിക്ക ദ്വീപുകളിലും കാണാറുള്ള ആ ദ്വീപുകളുടെ പേരുകളോട് കൂടിയ അശോക സ്തംഭം നമുക്ക് ഇവിടെയും കാണാൻ പറ്റൂട്ടാ. ഈ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബീക്കുന്നി പാറ അല്ലെങ്കിൽ ബീക്കുന്നി ഒളിച്ചിരുന്ന ആ ഗുഹ ഉള്ളത് കേട്ടോ. ഈ കാട് പിടിച്ച് കിടക്കുന്ന ദ്വീപിന്റെ ഉള്ളിലൂടെയുള്ള ഈ ചെറിയ വഴിയോടെയായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുന്നത്. ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ അറിയാതെ വാവ് എന്ന് പറഞ്ഞു പോകും. അത്രയും മനോഹരമാണ്. പിന്നെ പാമ്പോ പട്ടിയോ മറ്റേ ഏഴജന്തുക്കളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ ബീക്കുന്നി പാറ അല്ലെങ്കിൽ ബീക്കുന്നി ഒളിച്ചിരുന്ന സ്ഥലം. ഈ പ്രദേശത്തിന്റെ മേൽ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ലക്ഷദ്വീപിന്റെ ചരിത്രപരമായ കുറെ സംഭവങ്ങളുള്ള കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞേട്ടോ. ഇന്നിപ്പോ ആ ഗുഹയുടെ പല ഭാഗങ്ങളും കടലെടുത്ത് പോയെങ്കിലും ചെറിയൊരു ഭാഗം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റൂട്ടോ. ഗുഹയൊക്കെ കണ്ട് ഗുഹയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരിക്കുന്ന നേരത്താണ് ഈ ഗുഹയുടെ മേലെ തന്നെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് ബീക്കുന്നിയുടെ ചരിത്രം എല്ലാം വിശദമായി പറയുന്നത് കേട്ടെ. ഇതാണ് ബീക്കുന്നിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ലക്ഷദ്വീപിന്റെ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആണ് ഈ പ്ലേസ്. അതുകൂടാതെ തന്നെ ഈ ഒരു ഇത് കോറൽ ഫോസിൽസ് ആണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശമെല്ലാം നല്ല വീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് കടലെടുത്ത് ഇതൊക്കെ നശിച്ചു പോയതാണ്. അപ്പോൾ ഒരുപാട് വെർഷൻ ബീക്കുന്നിപ്പാറയെ പറ്റി പറയുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് റെക്കോർഡ്സിലായാലും പിന്നീട് എഴുതിയൊക്കെ ലക്ഷദ്വീപുകാരൻ എഴുതിയ P.A. പൂക്കോ എഴുതിയിട്ടുണ്ട്. മറ്റേ P.A. പൂക്കോ എഴുതിയതായാലും അങ്ങനെ റിട്ടേൺ ഫോംസിലുള്ള ചരിത്രം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. ആദ്യം മറ്റേ ലക്ഷദ്വീപ് ഭരിച്ചുകൊണ്ടിരുന്നത് ചിറക്കലായിരുന്നു. ചിറക്കൽ പോർച്ചുഗീസുകാരുടെ ഇവരുടെ അറ്റാക്ക് കാരണം ചിറക്കലോട് അറ്റാച്ച് ആയതാണ്. പിന്നീട് എന്ത് ചെയ്തു, ഈ പ്രദേശങ്ങൾ അറക്കൽക്ക് കൈമാറി. അപ്പോൾ അറക്കൽ ഭരണകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷദ്വീപിൽ. ആ ഒരു പ്രശ്നങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ സംഭവം. ആദ്യം ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആൾക്കാരെ കണ്ണൂരിൽ നിന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, ലക്ഷദ്വീപിലെ പ്രബല ഫാമിലികളിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ചുങ്കം 33% കൂടുതലാണ്. ഇപ്പോൾ കൊയർ മോണോപ്പൊളിയാണ്. കയർ റിലേറ്റഡ് സാധനങ്ങളാണ് പ്രധാനമായിട്ട് ഇവിടുന്ന് കയറിപ്പോകുന്നതും ചുങ്കം കിട്ടുന്നതും ഗവൺമെന്റിന് ചുങ്കം കിട്ടുന്നതും പരിപാടി. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു കലാമിറ്റി നടന്ന ടൈമിൽ ഇവിടെ കാറ്റടിച്ച് മോശമായ ടൈമിൽ ഒന്നുകൂടെ ചുങ്കം കൂട്ടണമെന്ന് അറക്കൽ ബീവിമാർ പറഞ്ഞു. ആലി രാജാക്കന്മാരോ അറക്കൽ ബീവിമാരോ പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ദ്വീപിലുള്ള ക്ലറിക്കൽ പോസ്റ്റുള്ള ദ്വീപുകാരായിട്ടുള്ള ആൾക്കാർ അതിനെ എതിർക്കാതെ ഇവിടുത്തെ വലിയെല്ലം കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അന്നത്തെ ഇവിടുത്തെ ആമീനാണോ കാരാണിയാണോ എക്സാക്റ്റ് ആ പോസ്റ്റിന്റെ പേരറിയില്ല എനിക്ക്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു ശിക്ഷാരീതി കവർച്ച എന്ന് പറഞ്ഞ ശിക്ഷാരീതിയായിരുന്നു. അപ്പോൾ പട്ടാളം ഇറങ്ങി ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും, പെണ്ണുങ്ങളെ
പെണ്ണുങ്ങളെ ഉപദ്രവിക്കും, അവരുടെ പൊന്നും പണ്ടും ഒക്കെ പിടിച്ചെടുക്കും. അതുകൂടാതെ തന്നെ അവരുടെ ലാൻഡുകൾ ഗ്രാബ് ചെയ്യും. അവർക്ക് ഫാമിലിക്ക് ഒരു ലാൻഡ് ഉണ്ടാവുമല്ലോ, അത് ഗ്രാബ് ചെയ്യും. അങ്ങനെ ഇവിടെ പട്ടാളം ഇറങ്ങി എന്ത് ചെയ്തു, ഈ ബലിയല്ലം എന്ന് പറഞ്ഞ ഫാമിലിയിലെ മുഴുവൻ ആൾക്കാരെ കൊന്നു. മറ്റേ ഇവരുടെ അറക്കലിന്റെ പട്ടാളം ഇറങ്ങി വലിയല്ലം എന്ന് പറഞ്ഞ ഫാമിലിയിലെ മുഴുവൻ ആൾക്കാരെ കൊന്നിട്ട് ഈ എയർപോർട്ടിന്റെ അറ്റത്തൊരു സ്ഥലം പറയുന്നുണ്ട്, വലിയല്ലത്തോളം ഒഴുക്കിവിട്ട ചാലെന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കൊച്ച് എന്ത് ചെയ്തു, ബാക്ക് ഡോർ കൂടെ രക്ഷപ്പെട്ട അയൽവാസിയായിട്ടുള്ള ഒരാളെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പട്ടാളം തിരിച്ചു പോയപ്പോൾ അവരെ രക്ഷപ്പെടുത്തി വീണ്ടും അമിനി ദ്വീപിൽ കൊണ്ടുപോയതിന് ശേഷം അമിനിയിൽ നിന്നൊരു പ്രായം എത്തിയപ്പോൾ അമിനിയിലെ ഒരാൾക്കാർ കല്യാണം കഴിച്ച് കിൽത്തനിൽ പോയി താമസിച്ചു. അവരുടെ വംശപരമ്പര അവിടെയാണുള്ളത്. ഞങ്ങൾക്ക് മാട്രിലിയനാണ്, മരുമക്കത്താണ് ഞങ്ങളുടെ സിസ്റ്റം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ വീടെന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ വീടാണ്, എൻ്റെ ഉപ്പാടെ വീടല്ല. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ പേരിലാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് അങ്ങനെ ബീക്കുഞ്ഞിയുടെ രക്ഷപ്പെടലിൻ്റെ കഥയുമായിട്ട് റിലേറ്റഡ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ പറയുന്നുണ്ടെങ്കിലും റിട്ടേൺ ഫോമിലുള്ള ഡോക്യുമെന്റ് പ്രകാരമുള്ള കഥ ഇതാണ്. ബ്രിട്ടീഷുകാർ വന്നു എന്ന് പറയുന്നു, ബീക്കുഞ്ഞി ഇവിടെ മരണപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ വായന ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ ബീക്കുന്നിയുടെ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ നേരെ പോയത് സൺസെറ്റ് കാണാനായിട്ടാ. നല്ല കിണ്ണൻ സൺസെറ്റ് നമുക്ക് ഇവിടുന്ന് കാണാം. അവിടെ നിന്ന് പിന്നെ കറക്കങ്ങളൊക്കെ അവസാനിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇങ്ങനെ തിരിച്ചു വന്നുട്ടാ. ഞങ്ങൾ വരുമ്പോഴേക്കും ബോട്ടൊക്കെ സെറ്റാക്കി ഞങ്ങളെ കാത്തിരിക്കാണ് അവിടെയുള്ള ആൾക്കാർ. അപ്പൊ കൽപ്പേരി ദ്വീപിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അതിന് നമ്മളെ സഹായിച്ച 2 ടീംസാണ് ഇവര്. ചോദിച്ചു പറഞ്ഞ ഇവര് കേറി വരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.